എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഈ ഒരു ഓവർനൈറ്റ് ഓട്സിന്റെ വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പൊ വെയിറ്റ് കൺട്രോൾ ചെയ്യാനും വെയിറ്റ് മാനേജ് ചെയ്യാനൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് പറഞ്ഞത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും കൂടെ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഫാക്ടർ മാത്രമാണ് ഈ ഒരു ഓട്സിന്റെ റെസിപ്പിനകത്ത് വരുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ചിയാ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ചിയാ സീഡ്സ് നമുക്ക് ഒരുപാട് വെയിറ്റ് മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഡയബറ്റിക്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു ചിയാ സീഡ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 2 ബദാം, 2 കാഷ്യൂ, അതേപോലെ തന്നെ 2 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മധുരം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴം കൂടെ ആഡ് ചെയ്ത് 3 എണ്ണം എടുക്കാവുന്നതാണ്. അപ്പൊ ഇതിപ്പോ നമ്മുടെ ഈ ഒരു നട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബോൺ ഹെൽത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ വെയിറ്റ് മാനേജ് ചെയ്യാനും ഹെൽത്തി സ്കിന്നിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കഷ്ണം ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ആപ്പിൾ ഞാൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു അരക്കഷ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരുപാട് വൈറ്റമിൻസും അതേപോലെ ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും അതേപോലെ വെയിറ്റ് മാനേജിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ. ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഓട്സ് എടുത്തിട്ടുള്ളത്. ഓട്സ് നമ്മളെല്ലാവരും ഈ ഒരു വെയിറ്റ് ലോസിൽ കഴിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കൂടുതൽ ന്യൂട്രീഷ്യസ് ഈ ഒരു ഓട്സിനകത്ത് ഉണ്ട്. അതേപോലെ തന്നെ വെയിറ്റ് മാനേജ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈരാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ലോ ഫാറ്റ് ആയിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പാലും തൈരൊക്കെ എടുക്കുമ്പോൾ ലോ ഫാറ്റിൽ എടുക്കാൻ നോക്കുക. പിന്നെ ഞാനൊരു 3/4 കപ്പോളം പാലെടുത്തിട്ട് ലോ ഫാറ്റ് തന്നെയാണ് കേട്ടോ പാലും കൂടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ ടൈറ്റ് ആയിട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല, കുറച്ച് ലൂസായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 8 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് പോയതിനു ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതല്ല ഡിന്നർ ആയിട്ടാണ് കഴിക്കുന്നത് നേരത്തെ തന്നെ ഇതുപോലെ കുതിർത്ത് വെച്ചാൽ മതി. ഒരു 8 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ രാവിലെ എടുത്ത് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഒരു ഓട്സിന്റെ ഓവർനൈറ്റ് ഓട്സ് പറഞ്ഞത്. അപ്പൊ ഡെയിലി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ചിയാ സീഡ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വെയിറ്റ് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരുപാട് പേര് കഴിച്ച് നല്ല റിസൾട്ടും കൂടി ഉള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വയറ് നന്നായിട്ട് ഫില്ലാവും കൂടി ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഓട്സ് കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എനിക്ക് ഓട്സ് കുറേ അങ്ങനെ ഇഷ്ടമല്ല, അതാണ് ഞാൻ കുറച്ച് ഓട്സ് മാത്രം എടുത്തത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തൈര് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തൈര് കൂടുതൽ ആഡ് ചെയ്യൊന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ വേറെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്, ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പൊ നട്ട്സ് ഒക്കെ ഈ ഒരു അളവിൽ മാത്രം ആഡ് ചെയ്യുന്നതാവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് പഴം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ ലോ കലോറി ആയിട്ടുള്ള പഴം നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഫിലിപ്പീനിയൻ പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴമൊക്കെ നമുക്ക് ഒരു പഴം വെച്ചിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടും ആഡ് ചെയ്യാം. അപ്പൊ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അടിപൊളിയായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്നുള്ള കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.